ഈ ലൈനും ടച്ച് ചെയ്തു കണ്ടോ. ഇപ്പൊ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. ബാങ്ക് നിഫ്റ്റിയില് ഈ റൈസിങ് ചാനൽ നോക്കൂ. ഈ റൈസിങ് ചാനൽ കണ്ടോ, ഇതാണ് റൈസിങ് ചാനലായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. ഇതാ നോക്കൂ, ഈ റൈസിങ് ചാനലിന്റെ ഇത് വൺ ഡേയിലുള്ള ടൈം ഫ്രെയിം ആണ് കേട്ടോ. റൈസിങ് ചാനൽ നോർമലി ഇതാ ഇതും ഇവിടെ നിന്ന് ഒരു എക്സാമ്പിൾ എടുക്കൂ. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ 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 വന്ന് വീണ്ടും പീക്കിലേക്ക് വീണ്ടും കയറിയിട്ടാണ് വീണ്ടും താഴ്പോട്ടേക്ക് വന്നത്. അതേമാതിരി ഒരു സിനാരിയോ ആണ് റൈസിങ്. നല്ലോണം റൈസിങ്, അത് ഏതാണ്ട് അപ്പെക്സ് ലെവലിലേക്ക് വരികയാണ്. നമ്മൾ അതിനിടയിലുള്ള ഈ ഒരു ചാനലില് ഇതിപ്പോ വീണ്ടും ഈ ഒരു ഹൈ വന്നു. ഹൈ വന്നിട്ട് ഒത്തിരി നാളായി, അതായത് 2022 ഈ റൈസിങ് ചാനലിന്റെ ഏറ്റവും ലോവർ സൈഡ് ടച്ച് ചെയ്തത്. അതിനുശേഷം പിന്നെ ലോവർ സൈഡ് ടച്ച് ചെയ്തിട്ടില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് ദിസ് ഇസ് ഗുഡ്. കണ്ടോ, കുറച്ചും കൂടി ഇതാണ് സാറ്റിസ്ഫൈഡ്. നോക്കൂ, റൈസിങ് അതിന്റെ എഡ്ജിലെത്തി. അതായത് അപ്പെക്സ്, ഇതെന്ന് പറയുന്ന അപ്പെക്സ് എന്നാണ് ഇതിനെ പറയുന്ന പേര്. എഡ്ജ് എന്ന് പറയുന്നത് ഒരു അപ്പെക്സ് റേഞ്ചിലേക്ക് വന്നു. ഇതാ നോക്കൂ, നമുക്കിതിനിപ്പോ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോയാൽ കണ്ടോ, ഈ റൈസിങ് തുടങ്ങിയിട്ട് വർഷം കുറെ ആയി. ഇത് എവിടെന്നാ തുടങ്ങിയിരിക്കുന്നേ? അപ്രോക്സിമേറ്റ്ലി 2020, 4 വർഷത്തെ ഒരു റൈസിങ് ചാനലാണ് നമ്മൾ ഈ കാണുന്നത്. അതില് അപ്പോ വീക്കിലി എടുത്തു വെച്ച് നോക്കിയാലോ. നോക്കൂ, വീക്കിലി റൈസിങ്ങിലും ഓരോ ടൈം ഈ അപ്പർ റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ, അപ്പർ ട്രെൻഡ് ലൈനിൽ എത്തുമ്പോഴേക്കും എന്താ സംഭവിക്കുന്നത്? അവിടെ നിന്ന് ഒരു റിജക്ഷൻ ഉണ്ടാവും. കണ്ടോ, അപ്പർ ട്രെൻഡ് ലൈനിൽ നിന്നും ഒരു റിജക്ഷൻ വരുന്നുണ്ട്. അതേമാതിരി ഇവിടെയും നോക്കൂ, ഈ വീക്കില് ഇപ്പോ ഇതിന്റെ റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ഇവിടെ വന്നു. ഇനി ഈ അടുത്ത അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ, ഒരു ഹൈ പോയി കഴിഞ്ഞാൽ അവിടെ നിന്നും അത് അടുത്ത ട്രെൻഡ് റിവേഴ്സൽ ആകാൻ 1-2 ആഴ്ച കൊണ്ട് വളരെ ചെറിയ മൊമെന്റമേ കൊടുത്തിട്ടുള്ളതുകൊണ്ട് നോക്കൂ, അറൗണ്ട് 4300 ഒരു 1300 പോയിന്റ് 2 ആഴ്ച കൊണ്ടാണ് കുറഞ്ഞത്. അതിനുശേഷമാണ് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഡൗണിലേക്ക് അത് പോയത്. അപ്പോൾ ഇവിടെ നിന്ന് സ്ലൈറ്റ്ലി വീക്ക്നെസ് ആരംഭിച്ചാൽ, ഇപ്പൊ മെയ് 1 എന്ന് പറയുന്നത് എന്നാണ്? നാളെ അല്ലേ? ഓക്കെ, മെയ്യില് ഇപ്പൊ മെയ് എക്സ്പയറി, മെയ് സീരീസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു റിവേഴ്സൽ വന്നാൽ 1, 2, 3, 4 ആഴ്ച കണ്ടോ, കണ്ടിന്യൂസ് 4 വീക്ക്. പ്രീവിയസ്ലി ഇതേമാതിരി ഫോൾ വന്നപ്പോൾ ഒരു മാസത്തെ ഫോൾ ഏതാണ്ട് അതേമാതിരി. അത് മാത്രമല്ല, നമ്മുടെ ഇപ്പൊ റീസെന്റ് ഷോർട്ട് ടേം ആയിട്ടുള്ള ഒരു ചാനൽ നോക്കൂ, ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ചാനൽ, ഈ ചാനൽ വൈസ് നോക്കിയാലും ചാനലിന്റെയും കറക്റ്റ് ആയിട്ട് ഹൈ വന്നിട്ടുണ്ട്. ചാനലിലെ ഹൈ വരുമ്പോൾ അത് അടുത്ത ലോ ഇവിടെ വരെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കൂടിയും മൊത്തത്തിൽ മാർക്കറ്റ്, നിങ്ങൾ ഇതിന് വ്യാഖ്യാനം പലതും നമ്മൾ കൽപ്പിച്ചെന്ന് വരും. ലൈക്ക് ഇപ്പൊ പല ന്യൂസസിനെയും ഇതിനോടനുബന്ധമായിട്ടുള്ള ന്യൂസസ് നമുക്ക് വരാം. അത് അങ്ങനെ സംഭവിച്ചു, ഇത് ഇങ്ങനെ സംഭവിച്ചു, അതുകൊണ്ട് മാർക്കറ്റ് ഇത്ര വന്നു, അതുകൊണ്ട് മാർക്കറ്റ് അത്ര പോയി. ഫെഡറൽ റിസർവ്, അവിടുത്തെ US മാർക്കറ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ റീസൺസ് ഉണ്ടാവാം. പക്ഷെ ആക്ച്വലി പ്രൈസ് ആക്ഷൻ കൃത്യമായിട്ടും മനസ്സിലാക്കി ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് നമുക്ക് കുറച്ച് ഒന്നുകിൽ ഈ റൈസിങ് ഇതൊരു ടണൽ അല്ലേ, റൈസിങ് വെഡ്ജിൽ നിന്ന് ബ്രേക്ക് ഔട്ട് കൊടുത്ത് എന്തായാലും ഒരു ബ്രേക്ക് ഔട്ട് ഓർ ബ്രേക്ക് ഡൗൺ വരണം. ഒരു ഹൈ ഇങ്ങനെ വന്നിട്ട് ഒരു ഷടയെന്നൊരു ഹൈയിലേക്ക് പോകണം. അതിന് ഇപ്പൊ സാധ്യതയില്ല ഈ മാസം, അടുത്ത മാസത്തിൽ ചിലപ്പോൾ ചാൻസസ്. അപ്പോൾ ഈ ഒരു മാസം ഇങ്ങനെ വന്നിട്ട് പിന്നെ ഇവിടെ നിന്ന് വളരെ ഫാസ്റ്റ് ആയിട്ട് അപ്സൈഡ് പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭീകരമായിട്ടുള്ള ഒരു ഡൗൺ ഫോൾ അപ് ടു ഏതാണ്ട് ഈ ലെവലൊക്കെ വരിക എന്നൊക്കെ പറഞ്ഞാൽ വളരെ വലിയ ലെവലാണ്.
സോ ഈ ഒരു ലെവലൊക്കെ വരിക എന്ന് പറഞ്ഞാൽ, സോ അങ്ങനെയും വരാൻ സാധ്യതയുണ്ട്. സോ ബട്ട് നൗ ദിസ് ഇസ് ദ കറക്റ്റ് ജംഗ്ഷൻ വെയർ there is no direction yet to confirm, പക്ഷെ most likely market have to come down on May series.